ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വിഷു വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഒന്ന് തുടച്ചൊക്കെ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് നന്നായിട്ട് അങ്ങ് ക്ലീൻ ചെയ്യാൻ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നട്ടുച്ചയ്ക്കാണോ മുറ്റം തൂക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ 10 മണി ആയിട്ടേ ഉള്ളൂ. അമ്മയാണെങ്കിൽ വീണ്ടും ചുറ്റും നന്നായിട്ട് മുറ്റം തൂത്തിട്ടേക്കുമായിരുന്നു. എന്നോട് ഈ ഒരു കുറച്ച് ഭാഗം മാത്രം തൂക്കാൻ പറഞ്ഞു. എന്റെ മടി കാരണം ഞാൻ ഒരു 10 മണിയായപ്പോഴാണ് തൂക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ വിചാരിച്ചു ഫസ്റ്റ് ക്ലീനിങ് അതങ്ങ് തുടങ്ങാന്ന്. രാവിലെ തന്നെ അമ്മയുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് പയർ കിട്ടി. അമ്മക്ക് അതും കൂടി തോരൻ വെക്കാന്ന്. വീട്ടിലാണെങ്കിൽ ഒരു പരീക്ഷക്കാരി ഉണ്ടായിരുന്നു. അപ്പൊ അവള് പരീക്ഷയ്ക്കുള്ള ധൃതിയിലായിരുന്നു. അവള് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഈ സ്ലാബിൽ കിടക്കുന്ന പേപ്പർ എല്ലാം അങ്ങ് മാറ്റാന്ന് വിചാരിച്ചു. ആ പരിപാടി ഞാൻ ചെയ്തോണ്ടിരുന്നു. അപ്പൊ അമ്മ കുക്കിംഗ് കൂടി ചെയ്തോണ്ടിരുന്നു. ഞങ്ങളുടെ കുരുമുളകിന്ന് പൊട്ടിച്ചേർത്ത് കുരുമുളക് അല്ലേ നമ്മൾ നമുക്ക് ഇത്ര കിട്ടിയുണ്ടായിരുന്നു. അത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഉണങ്ങി ഓമയ്ക്കുണ്ട്. പിന്നെ ഇത് ഗണപതി നാരങ്ങ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കുറച്ച് പിന്നുള്ളത് കുറച്ച് മാരക ആയുധങ്ങളാണ്. റബ്ബർ ഇല്ലാത്ത ഞങ്ങൾക്ക് റബ്ബർ മുറിക്കുള്ള സാധനമൊക്കെ ഉണ്ട്. ഇത് മണ്ണെണ്ണ, ഇത് കുറച്ച് ക്യാനൊക്കെയാ. എന്താന്ന് ചോദിച്ചാൽ അറിയത്തില്ല, വെറുതെ വെച്ചിരിക്കും. പഴയ ഒരു മിക്സി. ഇവിടെ നമ്മള് ഓണം, ക്രിസ്മസ്, വിഷു ആ സമയങ്ങളായിട്ട് പേപ്പർ മാറ്റി പുതിയ പേപ്പർ വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം വിഷു ആറായപ്പോ ഇത് ക്ലീനും കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇതങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. ആ സൈഡിലെ മുഴുവൻ സാധനം നമ്മൾ നിരത്തിയിട്ടുണ്ട്. ഈ അടുത്ത സൈഡിലെ സാധനം അത്ര അടുത്ത പേപ്പർ മാറ്റി തുടച്ചത് വെച്ചിട്ട് അടുത്ത് നിരത്തടി. അത്ര അടുത്ത പേപ്പർ മാറ്റ്. എന്നിട്ട് അവിടെ എല്ലാം തുടച്ച് ഇതെല്ലാം തിരിച്ച് അതുപോലെ വെച്ചിട്ട് ഇപ്പം തുടങ്ങി. ചൂലുകൊണ്ട് തുന്നിട്ടപ്പോരെ ആ പേപ്പർ മാറ്റ്. അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് ക്ലീൻ ആക്കിയിട്ട് അടുത്ത സൈഡ് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോ അമ്മയുമായിട്ട് സംസാരിക്കുന്നുമുണ്ട്, അമ്മ കുക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഇരുന്ന് എല്ലാ സൈഡും ഞാനങ്ങ് ക്ലീൻ ആക്കി. പിന്നെ ചെയ്യുന്നതിനെ പിന്നെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ആ വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ മൊത്തം പേപ്പറെല്ലാം മാറ്റി പുതിയ പേപ്പർ വെച്ചിട്ട് പാത്രമെല്ലാം അതേപോലെ പെറുക്കി വെച്ചു. തുടക്കേണ്ടൊക്കെ തുടച്ചും കഴുകേണ്ടൊക്കെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ, ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാനും അമ്മയും കൂടെ ഉള്ളത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ക്ഷീണം മാറ്റാൻ അച്ഛൻ പറഞ്ഞു നമുക്കൊരു കരിക്കിടാന്ന്. അപ്പൊ ഫാനൊക്കെ തുടയ്ക്കാൻ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ 3 പേരേ ഉള്ളൂ. അനിയത്തിയാണെങ്കിൽ എക്സാമിന് പോയേക്കുമായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു കരിക്കിട്ട് കുടിക്കാന്ന്. ഇവിടെ നമ്മൾ കരിക്കിന് വേണ്ടിയിട്ട് മാത്രം ഒരു തെങ്ങ് അച്ഛൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അച്ഛനായിരുന്നു അത് മുറിച്ചോണ്ടിരുന്നത്. അപ്പൊ അച്ഛന് പെട്ടെന്ന് ഒരു കോൾ വന്നപ്പോ അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ അമ്മ അത് ഏറ്റെടുത്തു. ഒരു 2 മണി സമയമൊക്കെ ആയപ്പോഴേ നമ്മൾ കരിക്കിട്ട്. അപ്പൊ ആ ഒരു ചെറിയ ചൂട് ആ കരിക്കിന് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു തെങ്ങിനകത്തൊന്നും ഇതുവരെ തേങ്ങയൊക്കെ ഇട്ടില്ല. എല്ലാം കരിക്കാവുമ്പോഴേ എടുക്കും. പണ്ടൊക്കെ ഒരു 6 മണി സമയം, വെളുപ്പിന് 6 മണി സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കരിക്കിടും. അത് നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പോലെയും അതുപോലെ തണുപ്പായിരുന്നു. ഈ പൊടി അടിച്ചോണ്ടിരുന്നപ്പോഴാണ് അമ്മ മാസ്ക് ഇട്ടത്. അതാണ് അപ്പൊ പെട്ടെന്ന് ഊരിയോ ഇനിയിപ്പോ പൊടി അടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഊരിയത്. മുറിച്ച് അതിനകത്തെ കാമ്പെടുക്കുന്ന എന്റെ അമ്മയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. എന്റെ അതിനകത്ത് ശർക്കര ഉണ്ടാ വിഷമല്ല. തൊട്ടപ്പുറത്തെ ഉണ്ടാകുന്ന കരിമ്പ് മുറിച്ച് അപ്പുറത്തെ വീട്ടിൽ ആട്ടിയ ശർക്കരയായത്. എനിക്ക് റോയായിട്ട് കഴിക്കുന്ന ഇഷ്ടം.
ഇതാണ് എൻ്റെ അമ്മ പറഞ്ഞ ആ കരിമ്പും തോട്ടം. അവിടെ ഇപ്പൊ ചെറിയ കരിമ്പ് നിൽക്കുന്നുള്ളത് വലുതായി വരണം. അത് നമ്മുടെ വീടിന്റെ പരിസരത്ത് കുറച്ച് ചീരയൊക്കെ നട്ടിട്ടുണ്ട്. ചീരയുണ്ട്, മുരിങ്ങയുണ്ട്, അതേപോലെ തന്നെ അച്ഛൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാവുണ്ട്, മാവുണ്ട്. പിന്നെ അവിടെ നിൽക്കുന്ന പിന്നെ ഒരു മുരിങ്ങയുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് മരമുന്തിരിയുണ്ട്. ഈ കാണിക്കുന്നതാണ് ഒടിച്ചു കുത്തി നാരങ്ങ, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ വെള്ളത്തിന് ഇതിട്ട് പിഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ സാധാരണ നാരങ്ങ ഒറ്റ കുടിക്കുന്ന പോലല്ല. ഇത് അച്ഛന്റെ ഒരു ഫ്രണ്ട് കൊണ്ടു കൊടുത്തപ്പോൾ അച്ഛൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നട്ട വെറ്റക്കൊടിയാണ്. ഈ പുള്ളിക്കാരൻ നമ്മുടെ പൂജാമുറിക്കകത്തിരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം താഴെ വീണു, പുറവശം പൊട്ടിപ്പോയി ചെറുതായിട്ട്. പക്ഷെ അമ്മയ്ക്ക് കളയാനൊരു മനസ്സില്ലാത്തതുകൊണ്ട് ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പടർന്നു കിളിക്കുന്ന കുരുമുളകം, ഏലമുണ്ട്, കുറ്റിക്കുരുമുളകുണ്ട്, അബിയുണ്ട്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പാടം നമ്മുടെ വീടിന്റെ പുറകിലൊരു വയൽ പാടം പോലെ ഉണ്ട്. അമ്മ ഇവിടെ ഇരുന്ന് പറയുന്ന അവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ കരിമ്പ് കൊണ്ടുപോയി ആട്ടി ശർക്കരയാക്കുന്നത്. ആ ശർക്കരയാണ് നമ്മുടെ വീട്ടിലുള്ളതാണ് അമ്മ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ പുറവശത്തെ സ്ഥലം ആ കാണുന്ന വീട്ടിൽ അവിടെയാണ്. അവരവിടെ കരിമ്പ് നട്ടിട്ട് അവിടുന്ന് അതെടുത്തോണ്ട് പോയി ശർക്കരയാക്കും. നമ്മളൊക്കെ അവിടെ നിന്ന് പോയി മേടിക്കും. വീടിന്റെ പുറവശത്ത് കാണുന്നത് ഒരു മീൻകുളം, ദേശവർദ്ധിനി. പക്ഷെ നിക്കുന്നുള്ളൂ, നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. ഇത് കുറച്ച് VIP ആണ്. പുള്ളിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അവിടെ നമുക്ക് കുരുമുളകുണ്ട്. അതിന്റെ അപ്പുറത്ത് എന്തായിരുന്നു കുറ്റിക്കുരുമുളക്. ഇത് നമ്മുടെ മാവ്. ഈ മാവിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് അച്ഛൻ അവിടെ മാവ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അലക്കുകല്ല്. അച്ഛന് വേണ്ടിയിട്ട് താജ്മഹൽ പണിഞ്ഞു കൊടുത്തപ്പോ എന്റെ അച്ഛനും പണിഞ്ഞു കൊടുത്തു അലക്കല്ല്. ഇനി എന്ത് വേണം? അലക്ക് കല്ല് കിട്ടി, ഇനി എന്നെ തലയ്ക്ക്. പക്ഷെ അച്ഛനെ അലക്കുന്നേന്നെ ഉള്ളു. നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മള് ഫാന് തുടക്കാനുണ്ട് അടുക്കളയില്. ബാക്കിയുള്ളപ്പോ അടുക്കളയില് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റൂം ശരിയാക്കാന്ന്. അപ്പൊ വീഡിയോ എടുക്കാനാണെങ്കിൽ ഫോണില് ചാർജ് ഇല്ലായിരുന്നു. പിന്നെ റൂമിൽ നമ്മൾ പൊടിയൊക്കെ മാറ്റി ഇനിയിപ്പൊ കട്ടിലൊക്കെ പിടിച്ചു വെക്കണം. അതേപോലെ തന്നെ കർട്ടൻ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിടണം. ബെഡ്ഷീറ്റ് ഇടണം, തൂക്കണം, തുടയ്ക്കണം. അത്രേ ഉള്ളൂ. ഭയങ്കര പൊടി. ഫാനൊക്കെ തുടച്ചു. ഭയങ്കര പൊടിയായത് നമ്മൾ 2 മാസ്ക് വെച്ചാൽ അതൊക്കെ കാണിക്കാം. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു നമുക്ക് കർട്ടൻ ചേഞ്ച് ചെയ്യാൻ. നമ്മൾ നേരത്തെ ഇട്ട കർട്ടൻ കുറച്ച് പനലായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പുതിയൊരു കർട്ടൻ നമ്മൾ നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അത് ഇടുന്ന തിരക്കിലാണ്. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ, ഈ കളർ കോമ്പിനേഷൻ ചേരുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇപ്പോ. ഞാനിങ്ങനെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ തന്നെ വിചാരിച്ചത് അമ്മ ക്ലീൻ ചെയ്യാൻ കൂടെ നിന്ന വൈകിട്ട് മന്തി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മന്തി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അമ്മയുടെ കൂടെ ക്ലീൻ ചെയ്യാൻ കയറിയത്. പക്ഷെ എനിക്ക് കർട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നമ്മുടെ റൂമിലെ വോളിന്റെ കളറുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു, ഇണങ്ങുന്നുണ്ടായിരുന്നു. പിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കർട്ടൻ ഇടുക, തൂക്കുക, തുടയ്ക്കുക, അത്ര ഉള്ളായിരുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ അമ്മ വാക്ക് വലിച്ചു അച്ഛനമ്മയുമായിട്ട് മന്തി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അയ്യോ അതിന്റെ ഭാഗ്യം എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാനും മീരയും, അതായത് മീര എന്ന് പറഞ്ഞ എന്റെ അനിയത്തിയാണ്, അവളാണ് ഈ ബെഡിൽ കിടക്കുന്നത്. നമ്മുടെ റൂമിലെ ബെഡ് വിരിക്കുക എന്നുള്ളതാണ്. ഞാനാണ് ലാസ്റ്റിൽ എണ്ണിക്കുന്ന ആള്. അതുകൊണ്ട് ഞാൻ വേണം എന്നും വിരിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ബെഡ് വിരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം കണ്ണിങ്ങനെ തുറന്നു കിടക്കും. ആരാണോ ചാടി ബെഡിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് അവര് വേണം ബെഡ് വിരിക്കാന്നുള്ള രീതിയിൽ. അപ്പൊ ഓരോ മിനിറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു ചാടി ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പൊ ഒന്നും പറ്റത്തില്ല. ഉറക്കം കഴിഞ്ഞ് ഇന്നിക്കാൻ ഭയങ്കര മടിയായോണ്ട് ആരാണോ ലാസ്റ്റ് ഇന്നിക്കുന്നത് അവര് വേണം ബെഡ് വിരിക്കാൻ. ഞാൻ വിരിച്ച അമ്മയ്ക്കും കൂടെ ഇഷ്ടപ്പെട്ടില്ല. അമ്മ പിന്നെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ വിരിക്കും. അതിന് ഞാനും അമ്മയും കൂടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാറുണ്ട്. പിന്നെ ടൊട്ടൂനെയും പിന്നെ നിയോയും അവിടെ വെച്ചു. അവരെ വെച്ച് കഴിഞ്ഞിട്ട് ബെഡൊക്കെ നല്ല വൃത്തിയായി നീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നുള്ള പരിപാടി നമ്മൾ ഈ റൂമിൽ കിടന്ന ഒരു ടേബിൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ടേബിളേ ഉള്ളൂ. അപ്പൊ ഈ ബുക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ.